ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. നമ്മുടെ ഉച്ചയ്ക്ക് നല്ല ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു തീയൽ, നമ്മുടെ ഉള്ളിത്തീയലാണ്. അപ്പോൾ ഉള്ളിത്തീയൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളി ഇങ്ങനെ കുഞ്ഞതായിട്ട് അരിയണം. പച്ചമുളക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പച്ചമുളക് കണ്ടോ, പച്ചമുളക്. അപ്പോൾ അത് നമ്മുടെ തക്കാളി ഇതുപോലെ അരിയണം. അത് നമ്മുടെ പാൻ എടുത്ത് നമുക്ക് ഒന്ന് ചൂടാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് വെക്കുക. അത് ചൂടായി കാണുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കടുക് എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കണം. അത് പൊട്ടി വരുന്ന കണ്ടോ, പൊട്ടുവാണ്. ഞാൻ ഫോണിൽ തിരക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെക്കുക കേട്ടോ. നമ്മുടെ കടുക് അതിന് പൊട്ടി വരുവാണേ. അതിന് നമുക്ക് വേണ്ട കരിയാപ്പല ആവശ്യമാണല്ലോ. എല്ലാ കറിക്കും കരിയാപ്പല ആവശ്യം തന്നെയാണ് കേട്ടോ. വേണ്ട കരിയാപ്പല ഇഷ്ടമുള്ള അത്ര കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ കരിയാപ്പലയാണ് ഇടാൻ പോകുന്നത്. കണ്ടോ, അത് നല്ലതായിട്ട് ചൂടായത് കൊണ്ടാണ് കേട്ടോ. കണ്ടോ, കരിയാപ്പല. അത് കഴിഞ്ഞ് നമ്മുടെ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, അമ്മയുണ്ട് അത് വഴറ്റിയെടുക്കുവാണേ. ഉച്ചയ്ക്ക് കഴിക്കാൻ അടിപൊളി ഒരു ചോറിൻ്റെ കൂടെ നമുക്ക് ഈ കറി ഉണ്ടാക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അതേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് വറുത്ത് തരണ്ടേ അമ്മ? വഴലണം. പകുതി വഴലി കഴിയുമ്പോൾ തക്കാളിക്ക് ഇട്ട് വഴറ്റണം. വേണ്ട, ഒന്ന് കഴിച്ചു കൊടുത്ത് മൂടി എടുത്ത് വെച്ചിരുന്ന നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് വെന്ത് വരത്തില്ലേ? അതാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നമ്മുടെ വറുത്തരച്ചൊക്കെ വെച്ചേക്കുക. ഇതിനകത്ത് എന്തെല്ലാം ചേർക്കുന്നുണ്ട്? തേങ്ങ, ആവശ്യത്തിന് തേങ്ങ വറുത്തേച്ച് ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് വറക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തേച്ച് മൂത്ത് വരുന്നുണ്ടെ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ചൂടാക്കി ഇത് അരച്ച് വെക്കുക. അരച്ച് മാറ്റി വെച്ച് ഇത് നമ്മുടെ ഉള്ളി അവിയലെല്ലാം തീയലിനകത്ത് ഇടാനാണ്. മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ? അപ്പൊ ഇത് അരച്ചത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മൂടി ഒന്ന് മാറ്റിയെടുത്തപ്പോൾ കണ്ടതെല്ലാം എല്ലാവരും ഇന്ന് വെന്ത് വന്നിട്ടുണ്ടല്ലോ. നല്ല ഇതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ടല്ലോ.
എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ താഴെ വരണം. ആദ്യം കറി ആയി കഴിഞ്ഞിട്ട് കറിയുടെ ഫോട്ടോ എടുത്തിട്ട് ആദ്യം കറിയുടെ ഫോട്ടോ എടുത്തിട്ട് ബാക്കി കിട്ടും. ഓക്കെ, കണ്ടോ? അടിപൊളിയായിട്ട് എനിക്ക് ശബ്ദം കിട്ടാൻ പറ്റില്ല. ഇത് എൻ്റെ പാട്ട് പറ്റില്ല. ശബ്ദവും വേറെ ശബ്ദം കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. എത്ര മിനിറ്റ് എടുക്കണം ഇത് വഴറ്റിയെടുക്കാൻ? വഴണ്ട് വരണം. നല്ലതായിട്ട് നമുക്കിന്ന് വഴറ്റി എടുക്കുവാണേ. താളിക്കായ ഒക്കെ ഇട്ട് വഴറ്റി നമുക്ക് അരച്ച് വെച്ചതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ വറുത്തരച്ച് ഇതുണ്ടോ? കണ്ടോ? നമുക്ക് ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ടോ? പിന്നെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. നമ്മുടെ തീയൽ റെഡി ആവാൻ പോകുന്നതേ ഉള്ളൂ. റെഡിയാവും അമ്മ പെട്ടെന്ന്. കണ്ടോ? ഇനിയും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. വേണ്ട, നല്ല ഉപ്പും പുളിയെല്ലാം നല്ലതായിട്ട് ചേർന്ന് നമ്മുടെ തീയൽ. ഇച്ചിരി കരിയാപ്പില ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. വേണ്ട, കുറുകിയിരിക്കാൻ വേണ്ടി ഇച്ചിരിയും കൂടെ വെള്ളം നല്ലതായിട്ടൊന്ന് ഒഴിച്ചു വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ? ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. സോറി, തിളച്ചാൽ. ഇപ്പം തിളച്ചാൽ മതി നമുക്ക്. അപ്പം അമ്മ ഒരു ഉപ്പില്ലാത്തതുകൊണ്ട് ഒരു നുമ്മി ഇട്ട് കൊടുക്കണം. ഒരു ഉപ്പില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് എന്താ ഗ്യാസ് കൂട്ടി വെക്കണോ? തിളയ്ക്കാൻ നമുക്കൊന്ന് കൂട്ടി വെക്കണേ.
ഉപ്പുണ്ടോ? അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൊടുക്കില്ല പിന്നെ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇതൊന്ന് തിളച്ചിട്ട് തീയൽ നല്ലതായിട്ട് നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൊച്ചു ഈ ഉള്ളി തീയൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണം. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.